അതിഗംഭീരം. വാക്കുകൾ കൊണ്ട് ഈ വികാരത്തെ നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല. അത്രമേൽ മനോഹരം. തൈത്തറയിൽ തറവാട് കോട്ടയത്തിന്റെ പ്രധാന പ്രദേശമായ ചുങ്കത്ത് അതിന്റെ ഹൃദയഭാഗത്താണ് തൈത്തറയിൽ തറവാട്. ഒരു നാടിന്റെ തിലകക്കുറിയായിരുന്ന തറവാട്, ആ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾക്ക് ആശ്രയമായിരുന്ന തറവാട് സ്വന്തമാക്കാൻ കിട്ടുന്ന സുവർണാവസരമാണ് ManoRamaHelloAddress.com ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 1 ഏക്കർ 49 സെന്റ് വരുന്ന സ്ഥലത്തിന്റെ ഏതാണ്ട് മിഡിൽ പോർഷനിലായിട്ടാണ് ഈ 3360 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം തറവാട് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് ഹാർഡ്ലി ഒരു 2 കിലോമീറ്റർ ആണ്. 3 പ്രധാന വഴികളാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക്. ഒരു പോഷ് ഏരിയയുടെ ഭാഗമാണ്, അതായത് മികച്ച റെസിഡൻഷ്യൽ ഏരിയയുടെ ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ ആംഗിൾ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടുന്ന് കുമരകം 10 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. ഇനി ഏതൊക്കെയാണ് ആ 3 വഴികൾ? പഴയ സെമിനാരിക്കും കൊച്ചാന പാലത്തിനും ഏറ്റവും അടുത്തുള്ള തറവാട്. ചുങ്കം കവലയിൽ നിന്ന് ആലുമൂട് റോഡിൽ ഒരു 700 മീറ്റർ മാത്രം മാറുമ്പോഴാണ് ഈ തറവാട് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇതുവഴി ഈസി ആയിട്ട് കുമരകത്തേക്ക് കണക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ റോഡ് ചാലുകുന്ന് ബെഞ്ചമിൻ ബെയ്ലി ഹാള് വഴി CMS ഹയർ സെക്കൻഡറി സ്കൂൾ കൊച്ചാന റൂട്ട്. മൂന്നാമതായി അർത്തൂട്ടി കൊച്ചാന റോഡ്. ഇങ്ങനെ 3 വഴികൾ ത്രൂ ഈ തറവാടിലേക്ക് എത്തിച്ചേരാം. അതായത് കോട്ടയത്തെ പുരാതനമായ അതിപ്രശസ്തമായ CMS കോളേജ് ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. വീണ്ടും പറയുന്നു, വിസ്മയം തന്നെയാണ്. ടെക്നോളജി ഒന്നും അഡ്വാൻസ്ഡ് അല്ലാത്ത കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായി എലിവേഷനും ലേഔട്ടും ഒക്കെ ചെയ്ത് നിങ്ങളൊരു പക്ഷേ ഈ പുറമേ നിന്ന് കാണുന്നതിലും അതിസുന്ദരമാണ് അകത്തളം കാഴ്ചകൾ. ഈ തറവാടിന്റെ ഒരു അട്രാക്റ്റീവ് എലിമെന്റ് ആണ് ഈ കാണുന്ന മച്ചിൻപുറം എന്ന് പറയുന്നത്. ഈ മച്ചിൻപുറം ഉൾപ്പെടെ കാണുന്ന ഉരുപ്പടികൾ തടി സംബന്ധമായ എല്ലാം തന്നെ തേക്കിൽ തീർത്തിരിക്കുകയാണ്. കൂളിംഗ് എഫക്റ്റ് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അകത്തളത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മളെ കാത്തിരിക്കുന്നത് വിസ്മയങ്ങൾ തന്നെയാണ്. മണിച്ചിത്രത്താഴില് അല്ലിയുടെ ആഭരണങ്ങൾ തേടി പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. വാർപ്പ്, വിളക്ക്, ഭരണി, ഈ കാണുന്ന മേച്ചിന് പുറത്തായുള്ള സ്പേസുകൾ, അറകൾ, അങ്ങനെ എല്ലാം ചേരുന്ന ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലെ പൂമുഖ വാതിക്കലിനോട് ചേർന്ന് വിശാലമായിരിക്കുന്ന ലിവിംഗ് ഏരിയ, അതിൻ്റെ റൈറ്റ് കോർണറിലായിട്ട് ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് അവേ പോകുമ്പോൾ നേരെ എത്തുന്നത് യൂട്ടിലിറ്റി സ്പേസ്, അവിടുന്ന് ഡൈനിങ് ഏരിയ, അവിടുന്ന് ലെഫ്റ്റ് കോർണറിലായിട്ട് 2 കിച്ചണുകൾ. ലിവിംഗ് സ്പേസിന്റെ ലെഫ്റ്റ് കോർണറിലായിട്ട് 2 ബെഡ്റൂമുകൾ, 2 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം. ലിവിംഗ് സ്പേസിനോട് ചേർന്ന് നമ്മൾ കണ്ട 2 ബെഡ്റൂമുകളും ഇന്റർ കണക്റ്റഡ് ആണ്. അതുപോലെ എല്ലാവിധമായ അമ്യൂണിറ്റീസും ചേർന്ന റൂമുകളാണ്. എത്രത്തോളം ക്രിയേറ്റീവ് ആയിരിക്കുന്ന ലേഔട്ട് ആണ്. ലിവിംഗ് സ്പേസിൽ നിന്ന് യൂട്ടിലിറ്റി ഏരിയ, ബെഡ്റൂംസ് വഴി യൂട്ടിലിറ്റി ഏരിയ, ഇവിടുന്ന് ഡൈനിങ് ഏരിയ, അവിടുന്ന് കണക്ട് ചെയ്ത് കിച്ചണിലേക്ക്. എന്നാൽ കൃത്യമായി പ്രൈവസി വേണ്ടെടുത്ത് പ്രൈവസി എൻഷുർ ചെയ്യപ്പെടുന്നുണ്ട്. അതിവിശാലമായിരിക്കുന്ന 3ാമത്തെ ബെഡ്റൂമാണ്. സ്പേഷ്യസ് ആയിരിക്കുന്ന ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്, കൂടാതെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും. ഈ തറവാടിന്റെ പ്രധാന ആകർഷണ ഭാഗത്തെ കടക്കുകയാണ് തട്ടുംപുറം. ഞാൻ ആദ്യമായിട്ടാണ് തുടങ്ങിയിട്ട് തട്ടുംപുറത്തിന്റെ മുകളിലേക്ക് കയറുന്നത്. സാധാരണ നമുക്ക് ഇവിടെ നിന്ന് സാധനമൊക്കെ ഇടാൻ പറ്റും, പക്ഷേ ഇവിടുത്തെ കാഴ്ച ശരിക്കും വിസ്മയമാണ്. എൻ്റെ മോനെ, ഇപ്പോഴത്തെ എഞ്ചിനീയേഴ്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിലൊക്കെ ഇത്ര മനോഹരമായി ഒരളവ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ അത്ര മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. വെന്റിലേഷൻ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇനി ഈ കാണുന്ന കാഴ്ച, പഴയ കാലഘട്ടത്തിൽ ഇവിടെ ഇരുന്നാണ് ഫ്രണ്ടിൽ കൃഷിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് കാര്യങ്ങൾ നോക്കും. അതുപോലെ നമ്മുടെ ധാന്യങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഫുള്ളി ഫർണിഷ്ഡ് എന്നൊരു വാക്ക് ഈ നിമിഷം വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത്രയും കണ്ടതിന് ശേഷം അതുക്ക് മുകളിലൊരു വാക്ക് വെക്കാനുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഓൺ ദ വീഡിയോ. ഒറിജിനൽ 50 മില്ലും അടക്കം ധാരാളം ആന്റി കളക്ഷൻ, ഇതുവരെ കാണാത്ത, യൂട്യൂബിലൂടെ മാത്രം കണ്ടിട്ടുള്ള അത്രമേൽ കളക്ഷൻസ് ഈ തറവാടിനുള്ളിലുണ്ട്. വീഡിയോയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തറവാട് ഞാൻ ഒരുവിധം പരിചയപ്പെടുത്തി കഴിഞ്ഞു. 1 ഏക്കർ 49 സെന്റ് സ്ഥലമാണ്, വിശാലമായിരിക്കുന്ന സ്ഥലം. ഇതിന്റെ പീക്ക് ഹൈലൈറ്റ് റോഡ് ഫ്രണ്ടേജ് തന്നെയാണ്. ഇവിടെ നോക്കി, ഇവിടെ നിന്നാണ്ട് 200-250 അടിയോളം ഫ്രണ്ടേജ് ആണ്. സോ ഇവിടെ നിന്ന് പല ഭാഗത്തേക്കും ഇന്റേണൽ റോഡ്സ് എല്ലാം വന്നാൽ വലിയ പ്രൊജക്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുന്ന ലാൻഡ് ടെറൈൻ ആണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ കുമരകം 10 കിലോമീറ്റർ ആണ് ഈ കാണുന്ന ഏരിയയുടെ പ്രത്യേകത. ഈ തറവാട് ഇതേപടി നിലനിർത്തിക്കൊണ്ട് ആവശ്യമായ മെയിൻ്റെനൻസ് വർക്കിന് ശേഷം നിങ്ങൾക്ക് ഈ കാണുന്ന പ്രതലത്തിൽ ഒരു റിസോർട്ട് ആകട്ടെ, ആയുർവേദ വെൽനസ് സെൻ്റർ ആവട്ടെ, ഇനി റിട്രീറ്റ് സെൻ്റർ ആവട്ടെ, അങ്ങനെ എന്ത് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലും ധാരാളം സാധ്യതയുള്ള, ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന, കോട്ടയത്ത് നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള പ്രോപ്പർട്ടിയാണിത്. മാംഗോസ്റ്റീൻ, ചിക്കു, ജാതിക്ക, മാവ്, പ്ലാവ്, ആഞ്ഞിലി, പുളി, വാഴ, തെങ്ങ്, അങ്ങനെ എല്ലാം ചേരുന്ന 1 ഏക്കർ 49 സെന്റ് സ്ഥലമാണ്. കോട്ടയത്ത് ചുങ്കത്ത് പഴയ സെമിനാരിക്ക് ഏറ്റവും അടുത്ത് CMS കോളേജിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ, അതായത് കോട്ടയത്ത് നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലത്തിൽ 1 ഏക്കർ 49 സെന്റ് സ്ഥലം, അതിനുള്ളിൽ 3360 സ്ക്വയർ ഫീറ്റ് വരുന്ന തൈത്തറയിൽ തറവാട് ഉൾക്കൊള്ളുന്ന ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്നവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.